ഹായ്, സുഖല്ലേ? എനിക്കും അതേട്ടുള്ളൂ. നമുക്കിന്നൊരു സ്വീറ്റ് ഉണ്ടാക്കാം. പഴയകാല സ്വീറ്റാണ് കേട്ടുള്ളൂ. 3 ചേരുവ 5 മിനിറ്റ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ സ്വീറ്റിൻ്റെ പേര് ഇന്ദൂരി. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടുള്ളൂ. എങ്ങനെ ഉണ്ടാക്കുക, ഇഷ്ടമാണോ എന്നൊക്കെ, എന്താ പേരെന്നൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ നിറച്ചും ചുവന്ന അവിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചുവന്ന അവിലില്ലെങ്കിൽ നമുക്ക് മട്ട അരിയില്ലേ, ചുവന്ന അരി അതായാലും മതി കേട്ടുള്ളൂ. അപ്പോൾ അത് അവിൽ നന്നായിട്ടൊന്ന് വറച്ചട്ടിയിലിട്ടിട്ട് അതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഏലക്ക കൂടി ഇട്ട് കൊടുത്തു. ഏലക്ക ഇടുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, വേണം കിട്ടാൻ മതി, നിർബന്ധമില്ല കേട്ടുള്ളൂ. അപ്പോൾ ഈ അവിൽ ഇങ്ങനെ അങ്ങനെ പൊടിയണ പാകം ഇത്രയും നന്നായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. മുരിക്കല്ല, പൊരിച്ചെടുക്കണം, കരിയാതെ. അവിലിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരണം. അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് വേണ്ടത്, ഞാൻ ഇത്രയും ഒരു ബൗള് ശർക്കര കൂടി എടുത്തിട്ടുണ്ട് കേട്ടുള്ളൂ. ആ അവിലിന് ഇത്ര ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ടാലൊട്ടണ പരിവാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കട്ട പിടിച്ച ഈ വെല്ലം വേഗം അലിയാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഈ ഗ്ലാസിൻ്റെ മൂടുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട് കേട്ടുള്ളൂ. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഞാൻ പണ്ട് വീട്ടിലൊക്കെ ചെയ്യണം കണ്ടിട്ട് ഞാനും ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും നമ്മുടെ വെല്ലം. അപ്പോൾ നോക്കൂ, അലിഞ്ഞ് പാകമായിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വെല്ലത്തിൻ്റെ പാകം, അങ്ങനെ ഒട്ടണ പരുവം. നമ്മുടെ വെല്ലത്തിൻ്റെ പാവും റെഡി ആയിട്ടുണ്ട്. പാവല്ല, ഉരുക്കിയ വെല്ലവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടുള്ളൂ. ആ ഒരു ഏലക്ക ഇട്ടിട്ടുണ്ടത്, അതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ മാറ്റി വെച്ചോളൂ, മണം അധികം വേണ്ടെങ്കിൽ. അപ്പം ഞാൻ എന്തായാലും അതിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണ്ട കേട്ടുള്ളൂ. ഏലക്കൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, വേണം കിട്ടാൽ മതി. ഇനി അത് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഒത്തിരി തരിപിരിയൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. പിന്നെ നമുക്കതിലേക്ക് ഒരു ബൗള് നല്ലോണം തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടുള്ളൂ. തേങ്ങയൊക്കെ കൂടുതൽ വേണം കിട്ടുള്ളൂ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ കുട്ടികൾക്ക് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടുള്ളൂ. ഇനി ഇത് ഓപ്ഷനാണ് കേട്ടോ. ഇത് ഞാൻ കശുവണ്ടി പൊടിച്ചതാണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. ബദാമോ കശുവണ്ടിയോ എന്ത് വേണമെങ്കിലും, കപ്പലണ്ടി, നിലക്കടലപ്പൊടിയോ എന്ത് വേണമെങ്കിലും ഇടാം. ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ ഇട്ടൂന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആ ശർക്കരപ്പാവ് ഇതിലേക്ക് ഒഴിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഉണ്ടാക്കിയ ബൗളിലുള്ള അത്രയും മുഴുവൻ ശർക്കരപ്പാവ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് അത്രയും വേണ്ടി വന്നു, അത് മൊത്തമായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടുള്ളൂ. നല്ല രസമുണ്ടല്ലേ കളറ് കാണാൻ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ടോ, കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉരുട്ടണ പോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ശർക്കരയല്ല, അത് ഇരുന്ന് കട്ട പിടിക്കാതിരിക്കാൻ നമുക്കൊരു 1/4 സ്പൂണ്, 1/2 സ്പൂണ് പോലും ഇല്ല, 1/4 സ്പൂണ് നെയ്യ് ഇതിൻ്റെ മേലേക്ക് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്തോളൂ. ഞാനിപ്പോൾ ഒരു 1/4 സ്പൂണ് നെയ്യ് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടുള്ളൂ. അതെന്തിനാന്ന് വെച്ചാൽ അതൊന്ന് കയ്യിൽ ഒട്ടാതിരിക്കുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുപോലൊരു പാത്രം എടുത്തോളൂ കേട്ടോ. ഇത് അതിനുള്ളൊരു മോൾഡാണ്, പക്ഷേ ഈ മോൾഡ് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടുള്ളൂ. ഇന്ദോരിക്കുള്ള ഈ മോൾഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വല്ല ചെറിയ എണ്ണക്കണ്ണൊക്കെ ഇല്ലേ, ചെറിയ വല്ല കട്ടോരി പോലത്തെ ചെറിയ പാത്രങ്ങൾ അതുണ്ടാക്കി അത് മതി കേട്ടുള്ളൂ. ഇനി അതുപോലെ ഇതിനെ പരത്തി കൊടുക്കും. എന്നിട്ട് നന്നായി അമർത്തിയിട്ട് ഇതിനെ കൈ കൊണ്ട് എടുത്ത് വെക്കാം. അതല്ലെങ്കിൽ അങ്ങനെ കമഴ്ത്തി നമ്മൾ മണ്ണുകൊണ്ട് ചിരട്ടപ്പൊക്കെ ഉണ്ടാക്കി കളിക്കില്ലേ, മണ്ണപ്പം ചുട്ട് കളിക്കില്ലേ, അതൊക്കെ പോലെ തന്നെ ഇതതുപോലെ കമഴ്ത്തി കൊടുത്താൽ മതി. നമ്മുടെ ഇന്ദൂരി റെഡിയാകും. ഇതിനെ അഥവാ നിങ്ങൾക്ക് ഈ പാത്രം ഒന്നുമില്ല, നേരം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വിഷമിക്കും ഇല്ല, ഇതിനൊരു പരന്ന പ്ലേറ്റിൽ പരത്തി വെക്കൂ. എന്നിട്ട് അതിനെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് തണുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാലും അത് ആ സ്ക്വയർ ഷേപ്പിൽ കിട്ടും. അതല്ലെങ്കിലോ ഏറ്റവും എളുപ്പമാണ് ഉരുട്ടി ഉരുണ്ടകളാക്കി വെച്ചാലും നമ്മുടെ ഇന്ദൂരി റെഡിയാവും കേട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കശുവണ്ടി പരിപ്പ് ചേർത്തണതും നട്ട്സിൻ്റെ പൊടി ചേർത്തണതും ഏലക്കപ്പൊടി ചേർത്തണതും ഓപ്ഷനാണ്. നെയ്യ് ഞാൻ ചേർത്തിയെന്നുള്ളൂ, അത് ഉരുട്ടാനൊരു ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ബാക്കി 3 ചേരുവയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഈ ഇന്ദൂരി ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കുട്ടികൾക്കല്ല വലിയവർക്കും നല്ല ഇഷ്ടപ്പെടും. അരിയുണ്ട പോലെയേ അല്ല കേട്ടോ ടേസ്റ്റ്, വളരെ സോഫ്റ്റായിട്ടിരിക്കും, നല്ല രസമാണ്. അപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ഈ പുളി ഇപ്പോൾ ഉണ്ടാക്കിയത് ഒത്തിരി ഇങ്ങനെ പുളി പോലെ ഇരിക്കും, പക്ഷെ നാളെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഉറയ്ക്കും. അപ്പം അത് ഇതുപോലെ ഉറച്ച് വരും. അപ്പം നമുക്ക് നന്നായിട്ട് ഒരു ഡബ്ബയിലിട്ടിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. നമുക്കൊരു 4-5 ദിവസമൊക്കെ സുഖമായിട്ട് കഴിക്കാട്ടുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ വെക്കേഷനല്ലേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, വലിയവർക്കും. അപ്പോൾ നമുക്ക് കാണാട്ടുള്ളൂ. ഓക്കെ, ബൈ.